നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. സാമൂഹ്യ സുരക്ഷയുടെയും കരുതലിൻ്റെയും കാര്യത്തിൽ എപ്പോഴും മാതൃകയായ നാടാണ് നമ്മുടേത്. പാവപ്പെട്ടവരുടെയും ആലംബഹീനരുടെയും കണ്ണീരൊപ്പാൻ നമ്മുടെ സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷനുകൾ ദശലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കാണ് തണലേകുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ, പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ ചെയ്യേണ്ട മസ്റ്ററിംഗ്, കൂടാതെ പ്രതിമാസം 3000 രൂപ വരെ പെൻഷൻ ഉറപ്പ് നൽകുന്ന കേന്ദ്ര പെൻഷൻ പദ്ധതികൾ, കേരളത്തിലെ വിവിധ ക്ഷേമ പെൻഷനുകൾ എന്നിവയെക്കുറിച്ചാണ്. വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുക. ക്ഷേമ പെൻഷൻ വിതരണവും പ്രധാന അറിയിപ്പുകളും. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ അറിയിപ്പിലേക്ക് കടക്കാം. ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനായി 1095 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ബാങ്ക് വഴി പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് ജൂലൈ 24 ഉച്ച കഴിഞ്ഞ് തുക ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇനി അക്കൗണ്ടിൽ തുക എത്താത്തവർ അടുത്ത ദിവസങ്ങളിൽ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ബാങ്ക് അക്കൗണ്ടുകൾക്ക് പുറമെ ഡയറക്റ്റ് ഡെലിവറി വഴി, അതായത് സഹകരണ ബാങ്ക് പ്രതിനിധികൾ നേരിട്ട് വീടുകളിലെത്തി പെൻഷൻ തുക നൽകുന്ന രീതിയിലും വിതരണം പുരോഗമിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 3-ാം തീയതിക്ക് മുൻപായി എല്ലാ ഗുണഭോക്താക്കളുടെയും കൈകളിൽ തുക എത്തിക്കണമെന്നാണ് സർക്കാരിന്റെ കർശന നിർദ്ദേശം. കേന്ദ്രവിഹിതം കുടിശ്ശികയുള്ളവർക്ക് ആ തുകയൊന്നും വൈകാതെ തന്നെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. ഇനി മസ്റ്ററിംഗ് അറിയേണ്ടതല്ല. പെൻഷൻ തുക കൃത്യമായി തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് മസ്റ്ററിംഗ്. നിലവിൽ സംസ്ഥാനത്തുടനീളം ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സമയമുണ്ട്. അതിനാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ അനാവശ്യമായ തിരക്ക് കൂട്ടേണ്ടതില്ല. നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രം നേരിട്ടെത്തി ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്താവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിയോ മറ്റ് വ്യാജ ആപ്പുകൾ വഴിയോ ഇത് ചെയ്യുവാൻ സാധിക്കില്ല എന്നത് പ്രത്യേകം ഓർക്കുക. ഇനി കിടപ്പ് രോഗികളോ വയോധികരോ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താൻ സാധിക്കാത്ത വിധം ശാരീരിക അസ്വസ്ഥതയുള്ളവരോ ഉണ്ടെങ്കിൽ അവർ വിഷമിക്കേണ്ടതില്ല. അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ, മേൽവിലാസം, ഫോൺ നമ്പർ എന്നിവ നിങ്ങളുടെ പ്രദേശത്തെ വാർഡ് മെമ്പറെയോ കൗൺസിലറെയോ അക്ഷയ കേന്ദ്രത്തിലോ അറിയിക്കേണ്ടതാണ്. മസ്റ്ററിംഗിന്റെ 2-ാം ഘട്ടത്തിൽ അക്ഷയ പ്രതിനിധികൾ നേരിട്ട് വീടുകളിലെത്തി ഹോം മസ്റ്ററിംഗ് നടത്തുന്നതായിരിക്കും. അടുത്തതായി കർഷകർക്കും അസംഘടിത മേഖലകളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാർക്കും പ്രതിമാസം 3000 രൂപ പെൻഷൻ ഉറപ്പ് നൽകുന്ന 2 പദ്ധതികളെ കുറിച്ച് നോക്കാം. ഒന്ന്, ശ്രം യോഗി മന്ദൻ യോജന. രണ്ടാമത്തേത് കിസാൻ മന്ദൻ യോജന. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും ഈ 2 പദ്ധതികളിലും പങ്കാളികളാവാം. നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് മാസം 55 രൂപ മുതൽ 200 രൂപ വരെ അടയ്ക്കുന്ന 200 രൂപ വരെയാണ് പ്രതിമാസ വിഹിതമായി ഒരാൾ അടയ്ക്കേണ്ടത്. നമ്മൾ അടയ്ക്കുന്ന അത്രയും തന്നെ തുക കേന്ദ്ര സർക്കാരും നമ്മുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും. നിങ്ങൾക്ക് 60 വയസ്സ് തികയുമ്പോൾ മുതൽ പ്രതിമാസം സുനിശ്ചിതമായ 3000 രൂപ പെൻഷനായി ലഭിച്ചു തുടങ്ങും. അപേക്ഷിക്കാൻ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ഫോൺ നമ്പർ, നോമിനി വിവരങ്ങൾ എന്നിവയുമായി തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ അക്ഷയ സെന്ററുകൾ സമീപിക്കുക. അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ഓപ്ഷൻ എനേബിൾ ചെയ്താൽ എല്ലാ മാസവും തുക സ്വയം കട്ടായി പെൻഷൻ അക്കൗണ്ട് സജീവമായിരിക്കും. ഇനി കേരളത്തിലെ പ്രധാന ക്ഷേമ പെൻഷനുകളും സപ്ലൈകോയുടെ ആനുകൂല്യങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം. കേരളത്തിൽ നിലവിലുള്ള പ്രധാന ക്ഷേമ പെൻഷനുകളായ കർഷക തൊഴിലാളി പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടിയുള്ള പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ, വിധവ പെൻഷൻ എന്നിവയെല്ലാം തന്നെ അർഹരായവർക്ക് വലിയ ആശ്വാസമാണ്. പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇവ വഴിയാണ് ഇവയ്ക്ക് അപേക്ഷിക്കേണ്ടത്. അതോടൊപ്പം മറ്റൊരു സന്തോഷ വാർത്ത കൂടി പങ്കുവയ്ക്കട്ടെ. ജൂലൈ മാസത്തെ റേഷൻ വിതരണത്തോടൊപ്പം സംസ്ഥാനത്തെ സപ്ലൈകോ, മാവേലി സ്റ്റോറുകൾ എന്നിവ വഴി എല്ലാ സബ്സിഡി സാധനങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ, പഞ്ചസാര, ചെറുപയർ, ഉഴുന്ന്, കടല തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ വാങ്ങാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുക.
സാധാരണക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും എത്തിക്കാൻ മറക്കരുത്. ഇത്തരം കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികളെക്കുറിച്ചും ക്ഷേമ ആനുകൂല്യങ്ങളെക്കുറിച്ചുമുള്ള വിശ്വസനീയമായ പുതിയ വാർത്തകൾ തത്സമയം അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കാനും മറക്കരുത്. മറ്റൊരു ഉപകാരപ്രദമായ വിവരവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.